ഒടുക്കത്തെ പോലീസാ. എന്റെ തിരുക്കുത്ത് പിടിക്കാൻ അവർക്ക് സമയമുള്ളൂ. ഈ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു. അത് ബൈ രാജ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും. എപ്പോഴും വെക്കുക, ഈ സമയത്തും ആർക്കും വെക്കാം. കുപ്പിക്കണ്ട കുത്തിക്കറി, കുപ്പിക്കണ്ട ചന്തിക്ക്. ബൈ രാജ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും. 50 പൈസയുണ്ട്. ചായ കുടിക്കാനുള്ള കാശ. നീ കള്ളക്കളി കളിക്കരുത്. നീ എടാ, നിന്റെ അച്ഛനുള്ള പ്രായം ഉണ്ടല്ലോ എനിക്ക്. എന്നാ അച്ഛൻ കള്ളക്കളി കളിക്കരുത്. എച്ചക്കളി കമ്പനിക്ക് ഇഷ്ടമല്ല. ഇതെടുത്തു, എടുക്ക്, ആ കുത്ത്. സമാധാനല്ലേ? അതിന് പോയിക്കോ. അപ്പൊ ഞാൻ ഇനി ചായ എങ്ങനെ കുടിക്കും? ചായ അവിടെ പോയി കുടിച്ചിട്ടേ എന്റെ പേര് പറഞ്ഞാ മതി. നിന്റെ തന്തോടെ കടയല്ല. ഇന്നലെ ആ ചായക്കടക്കാരൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ആ നേരെ ചായക്കടയുടെ മുമ്പ് ചെന്നിട്ട് 1 കഷ്ണം ചാപ്സ്, 3 പൊറോട്ട, 2 പപ്പടം, 1 ചായ, ഇതെല്ലാം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നേരെ നടന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ എന്റെ അകത്താ കുത്തിയെന്ന് വെച്ച് എന്റെ 50 പൈസ. നീ ആളെ മെനക്കെടുത്ത് ഇവിടുന്ന് പോകുന്നുണ്ട്? ഞാൻ പോവില്ല. പോവൂലേ? നീ പോലെ എന്നാ ഞാൻ പോവാ. നീ അവിടെ ഇരി രാജായി. അല്ല, നീയാണോടെ ഈ ചക്രവാണി? ഞാൻ വിചാരിച്ച്. ശബ്ദിക്കരുത്, അദ്ദേഹം അകത്ത് പൂജയിലാണ്. ആര്? ചക്രവാണി അദ്ദേഹം. അല്ല, അപ്പൊ നീ അല്ലയോടെ ഈ ചക്രവാണി? കൈ ചക്രമില്ലാത്ത ഞാൻ എങ്ങനെ ചക്രവാണിയാകും? ഞാൻ ആര്, അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യനാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. കൊള്ളാം, നീയാളെ ഒതുക്കി കിടന്നോ? ആട്ടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വാങ്ങണം. അത് വാങ്ങാം, മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. ഈ പെൻസിൽ ഓയിന്റ്മെന്റ് പോലത്തെ അല്ലേ ഇത്? അതല്ല, മുൻകൂട്ടി കാണാനുള്ള അനുവാദം. അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. എന്നാലേ നീ തന്നെ ഒന്ന് വാങ്ങിത്താ. അത് വാങ്ങാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടപ്പള്ളി ചേട്ടന് അത് തരുന്നു. എന്തോന്ന്? അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. നാളെ കാലത്ത് 10 മണിക്ക്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരാം. അപ്പോഴേ നിന്റെ കൂട്ട് അലവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങേര്. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേ നാളെ കാലത്ത് 10 മണിക്ക് അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വേണ്ടേ? പോകോ പോകോ. അണ്ണാ അണ്ണാ അണ്ണാ, ഒരു ഇര വലയെ കുടുങ്ങി. ആരാ? ആ ചായക്കടക്കാരൻ ഗോവിന്ദൻ നായർ നാളെ രാവിലെ 10 മണിക്ക് വരും. നീ ചെന്ന് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ട് വാ. ഞാനല്ല ഡയറി തപ്പി എടുത്തോണ്ട് വരാം. ഇവനാരടാ? അയാളുടെ ഡയറിയിൽ വെറും ചായപ്പറ്റേ കാണത്തുള്ളൂ. എടാ, എല്ലാവരും ഡയറി എഴുതുന്ന സ്വഭാവക്കാരനോടാ മരമണ്ട. എഴുതുന്നവരെ ഒതുക്കുക. എന്റെ കവടി തവിട് പൊടിയാകും, തടി കേടാവുന്ന ഏർപ്പാടാണ്. അയ്യോടാ, കേടുവരാത്തൊരു തടി കണ്ടില്ലേ എന്റെ അപ്പോ? 10 കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഈ തടിയുടെ കേട് തീർത്തുന്നു പോളിഷ് ചെയ്യാൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ നാട്ടുകാരെ പറ്റിച്ച് നമുക്ക് 10 കാശുണ്ടാക്കാം. അതുകൊണ്ട് നീ ഉടനെ പോയി എല്ലാ വിവരവും അറിഞ്ഞിട്ട് പോവാ. അതൊക്കെ കാണാതെ ഞാൻ കാണാപ്പാടം പഠിച്ചോളാം. ബാക്കി കാര്യം ഞാൻ ഗുഡ് നൈറ്റ്, സിറ്റ് ഡൗൺ. ഞാൻ കഴിക്കില്ല. കമ്മിറ്റ്മെന്റ്സ് നിർബന്ധിച്ച നീയും കള്ളേ ഞാനും കള്ളേ. ഈ അടിയിൽ കൂടുള്ള പണി വായിച്ചിട്ടേ നേരെ വാ, നേരെ പോ. ശരി, എന്നാ നേരെ പറയാം. ആ ഗോവിന്ദ പിള്ളയുടെ മോടെ കല്യാണത്തിന് ജാതകം ചേർക്കാൻ പ്രൊഫസർ ചക്രപാണി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. നമ്മുടെ ചക്രപാണി ആശാൻ പാർട്ടി നമ്മുടെ ആളാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് അറിയണമെങ്കില് വായില് നാവ് അനങ്ങണം. നാവ് അനങ്ങണമെങ്കില് വയറ്റിലോട്ട് വല്ലതും ചെല്ലണം. വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കില് ചിക്കിലി വേണം. എടാ കള്ള മുടിമെടുക്ക, നീ വമ്പൻ തന്നെടാ. വളവള വർത്താനം പറ, കാര്യം പറ. എന്നാലേ ഒരു 100 മുടി മേടിച്ച. 100 രൂപ? ആർക്ക് വേണം നിന്റെ 100 ഉലുവ? ഒരു 100 മില്ലി മുടി മേടിച്ച. ഗോവിന്ദപ്പിള്ളയുടെ വേൾഡ് ഹിസ്റ്ററി മണി പോലെ ഞാൻ പറഞ്ഞുതരാം. ദൈ രാജാവേ. ഏറ്റ് പോകല്ല രാജാ, പോക. ഞാൻ പോകുമ്പോ എന്റെ പുണ്യവേളയെ നടന്നു പോകുന്നു. ഞാൻ വിടില്ല.
ദേഹത്തൊന്നിട്ടെ ഞാൻ വിടില്ല. കഴിഞ്ഞ തവണ എന്റെ ജീവൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഇത്തവണ ഞാൻ വിടില്ല. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടില്ല എന്ന് കരുതിയല്ലേ? കല്ലിറങ്ങിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ലേ? ഞാനോ? വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിൽ ഈ പരിപാടി പറ്റില്ല. അളിയ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കുള്ളതെല്ലാം അളിയനുള്ളതാണ്. എനിക്ക് ഈ ലോകത്തൊരു അളിയനുണ്ടെങ്കിൽ അത് അളിയനാണ്. നീയാണ്. നീ മാത്രമാണ് അളിയ. വേണ്ട വേണ്ട, ഫിറ്റ് മാറുമ്പോ മറിച്ച് പറയില്ല. സത്യം സത്യം. അളിയൻ ഇപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അളിയന് തരാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ അളിയ. ഈ കാവ് അളിയാണ്. എനിക്ക് വേണ്ട. എന്റെ ജീവൻ രക്ഷിച്ച ആളിന് ഇത്രയെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ ഇത് പാവം കിട്ടും അളിയ. അളിയെടുത്ത് ഞാൻ നടന്നു പോയിക്കോളാം. ഇന്ന് മുതൽ ഈ കാവ് അളിയന്റേതാണ്. അളിയന്റേതാണ് അളിയ. എനിക്ക് വേണ്ട. എന്നാ ഈ കാവ് ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കട്ടെ. കേവളിയ, എന്റെ പൊന്നളിയ. എനിക്ക് ഒരേ ഒരു അളിയ മാത്രമേ ഉള്ളൂ. ഞാൻ നടന്നു പോയിക്കോളാം. അളിയ. പൂക്കാരിക്കുട്ടി ഇറങ്ങിക്കോളൂ. പൂക്കൂടെ ഞാൻ എടുത്തോളാം. ഇത് തന്നെയാണോ വീട്? പൂക്കാരിക്കുട്ടി പറഞ്ഞ വഴിയില്ല ഞാൻ വന്ന്. പഠിക്കലൊരു മരമുണ്ടോ? ഉണ്ടല്ലോ. എന്നാ ഇത് തന്നെ വീട്. കൂടെ ഇങ്ങ് തന്നോളൂ. ഞാൻ പോട്ടെ. ഏലക്ക സാർ വീട്ടിൽ കയറുന്നില്ലേ? എന്റെ പേര് ഏലക്കയെന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ. പേര് പറഞ്ഞിട്ടില്ലല്ലോ. വരൂ. എന്നെ ശ്രീ എന്ന് വിളിച്ചാ മതി. പൂക്കാരിക്കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രീയേട്ടാന്ന് വിളിച്ചോളൂ. എന്റെ പേര് പൂക്കാരിക്കുട്ടി എന്നല്ല. എനിക്ക് അങ്ങനെയല്ലേ അറിയൂ. പേര് പറഞ്ഞിട്ടില്ലല്ലോ. ശാലിനി എന്ന അമ്മയിട്ട പേര്. എന്നെ ഇഷ്ടമുള്ളവരെല്ലാം ചിക്കൂന്ന് വിളിക്കും. അച്ചൂട്ട മാത്രം ആറാം പറഞ്ഞോളെന്ന് വിളിക്കും. അച്ചൂട്ടന് അങ്ങനെയാ. എല്ലാവരും ചീത്തയെ വിളിക്കും. വീഴും. ഈ വീടിനകത്തേക്ക് കയറിയാൽ എനിക്ക് കണ്ണ് ശരിക്കും കാണാം. തൂണും വാതിലും പടിയും ഒക്കെ എനിക്ക് നല്ല നിശ്ചയാ. ആ, കയറിയിരിക്കൂ. ചിക്കു, ആരാ അച്ചുവേട്ടൻ? എന്റെ ഏട്ടന് എല്ലാരെയും തല്ലും. എന്റെ അച്ഛനെയും തല്ലിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വലിയ റൗഡിയാന്നാ പറയുന്നേ. ചിക്കുവിന്റെ അച്ഛനെവിടെ? അച്ഛൻ ഇല്ലല്ലേ? അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ചാ. കച്ചേരി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വായിന്ന് ചോര വന്നു. അപ്പൊ തന്നെ ശ്രീയേട്ടൻ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഇതാ, ഇത് കുടിച്ചോളൂ. ഇതെന്താ? ഇത്തിരി മോരാ. കാറൊക്കെ ഓട്ടുമ്പോ ക്ഷീണം ഉണ്ടാവില്ലേ? വലിയ പണക്കാര് മോര് കുടിക്കുവോ? നല്ല പുളി. കുറച്ചുകൂടെ കിട്ടിയാ കൊള്ളായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളല്ലോ. ചിക്കു വീണ വായിക്കോ? അച്ഛന്റെ കൂടെ പാടാൻ പോയിരുന്ന കാലത്ത് അവിടെ ഇരിക്കുന്ന വീണ കണ്ടുവല്ലേ? ഇനി ബാക്കിയുള്ളത് അത് മാത്രം. ഉണ്ടായിരുന്നതെല്ലാം ഏട്ടൻ കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിച്ചു. അതും മീട്ടാൻ പറ്റില്ല. 2-3 കമ്പിയൂടി വേണം. വാങ്ങിത്തരാൻ പറഞ്ഞാൽ അച്ചുവേട്ടൻ ചീത്ത വിളിക്കും. കമ്പി വാങ്ങാനുള്ള കാശ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ മോരിത്രേ ഉള്ളല്ലേ? എന്നാ ഞാൻ പോട്ടെ. ഞാൻ ഈ കാറ് കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ ആ കുഴപ്പത്തിലാവും. വരട്ടെ. നല്ലവണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ.
ಮನೆದದು ಕಡೆಯತದು ಜೋಲಿತದು ಚಕ್ರಪಾಣಿ ತನ್ನ ವಾಕ್ಯ. ചായക്കടയിലാണ് ജോലിയെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അതെ അതെ. കണ്ടോ, മൂന്നാം ഭാവത്തിൽ ചായക്കട. ആ, നിൻ മകൾ തതു പ്രേമാഭിഷേക ബാർബറതു കാരണേതു ചക്രപാണി തൻ വാക്യ. തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അതിന്റെ മോനെ എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങളാ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ ഇവിടെ നീണിക്കുന്നേ? ബന്ധു കൂടോത്രേയ, ആ അനിയ കൂടോത്രേ, അനിയ ഭാര്യ കൂടോത്രേയ, കല്യാണ നമ്പ വിഴുന്തു കൂടോത്രേയ, വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ, മകൾ മാലതി കൂടോത്രേയ, കൂടോത്രേ കുക്കുടോത്രേ പ്രതികടയും സ്ഥൂനയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. എന്താ? ബന്ധുവാണ് കൂടോത്രം ചെയ്തത്. അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. എന്റെ അമ്മോ, ദുഷ്ടന്മാര്. സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. ആ. ഓ, അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആട്ടെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുതകടിലെ കൂടോത്രേയ, ഇട കൂടോത്രേയും പുറ കൂടോത്രേയും കള കൂടോത്രേയ ചക്രപാണി തൻ വാക്യം. ആ, ചെമ്പ് തകിടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രവാണി അദ്ദേഹം പറയുന്നത്. ആഹാ, എന്നാണ് അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാളെ കൂടോത്രേയ സൂര്യോദയ നാഴിക 7 കൂടോത്രയും വീട് കൂടോത്രയും എടു കൂടോത്രയും പുറ കൂടോത്രയും കള കൂടോത്രയും ചക്രപാണി തൻ വാക്യം. നാളെ സൂര്യോദയത്തിന് 7-ാം നാഴികയ്ക്ക് ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയും ചക്രപാണി തൻ വാക്യം എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ. അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യം. അഡ്വാൻസ് തന്നിട്ട് പോയാൽ മതി എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ 100 200 പ്രതികയും സ്ഥൂനയും ചക്രപാണി തൻ വാക്യ. 50 പോരാ, 100 200 തന്നെ വേണമെന്ന് ചക്രവാണി അദ്ദേഹം പറയും. ഉഡാൻസും വേലത്തരവും സ്ത്രയും നമ്മുടെ പ്രതികയും ഉഡാൻസും വേലത്തരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അയ്യോ, അങ്ങനെ ഒരു വേലത്തരം ഞാൻ ഇറക്കത്തില്ലേ. ആ. ഇതൊരു 200 സ്ത്രയും 100 സ്ത്രയും. അത്രയും മതിയസ്ത്രയും. എന്താകോ സ്ത്രയും എന്തോ സ്ത്രയും. എല്ലാ കാര്യവും ഞാൻ ഏറ്റ സ്ത്രയും. ശ്രീയേട്ടനാണോ? ആ, കാറും ഉണ്ടെന്നില്ലേ? കാറ് കൊണ്ടുവന്നു. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക. ഇവിടെ കൊണ്ടുവന്നാ തിരിക്കാൻ പാടാ. പൂ വാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ ഒന്നൂടെ? വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. ആ, വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഈ ചെപ്പിലുണ്ട്. എനിക്ക് കടയറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാമല്ലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ. പൈസ ചിക്ക് വെച്ചോളൂ. വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് 2 കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2 ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. മറ്റേ കമ്പി വാങ്ങി വന്നാല് ചിക്കു എനിക്ക് എന്താ തരിക? മോര് തരാം. ഒരു വേണം. അത് വെറുതെ വന്നാലും കിട്ടില്ലേ. പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി കെട്ടിയിട്ട് ഒരു പാട്ട് പാടുമോ? അയ്യോ, പോട്ടെ. ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്. വൈകിട്ട് കാണാം. ஜோசியம் பக்ரிகளா ஜோசியம் 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 கைரேக பக்ரிகளா கைரேக கைரேக கைரேக. എന്താ ചക്രവാണി അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി? അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ
ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിട്, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാട്ടി പോലും കാറ്റാട്ടി. എടാ, അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും, നോക്കിക്കോ. അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണമടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ ചീറ്റടിപ്പിക്കും. എടുപ്പിക്കും നമുക്ക് കാണാം. എടീ നീ എടപ്പള്ളി കുറുപ്പിനോടാണ് കളിക്കുന്നത്, ഓർമ്മിച്ചോണമാ. എടാ, നിന്റെ അപ്പൂപ്പനല്ലേ വലിയ പള്ളി, അയാളിവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്ത ഇവിടെ ഉണ്ട്. പിന്നെയാണ് നീ പോടാ പോടാ പോടാ, പോയി ജോലി നോക്കടാ. ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു, പോടാ. അവന്റെ ഒരു കള്ള ജോസ്യം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ എന്നെ തത്ത, അയ്യോ എന്നെ തത്തയെ തുറന്നുവിട്ടേ. ആരാ നീ? തത്തയെ തുറന്നുവിട്ടാ. പിന്നീടാ എന്നെ സത്യം തുറന്നുവിട്ടത്. പിന്നീടാ അയ്യോ എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ ഞാൻ ഇനി ആരെ കൊണ്ട് ചീട്ടെടുപ്പിക്കും? ഞാൻ എടുത്തോളാം.